ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ദക്ഷിണേന്ത്യയിൽ ഒരു ആധിപത്യം ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബി. കർണാടക കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സംസ്ഥാനവും ദക്ഷിണേന്ത്യയിൽ ബി എടുത്തു കാണിക്കുവാനായില്ല. എങ്കിൽ പോലും തെലങ്കാന അവർ ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു സംസ്ഥാനമായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി തെലങ്കാനയിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനവും അവർ നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 4 എംപിമാരെ വിജയിപ്പിച്ചെടുക്കാൻ തെലങ്കാനയിൽ നിന്ന് കഴിഞ്ഞിരുന്നു. 2014 2 സീറ്റ് കിട്ടിയിരുന്ന ബി 2019 ആയപ്പോഴേക്ക് 4 സീറ്റിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു. 2019 കക്ഷിനില TRSന്റെ ദേശീയ രൂപമാണ് BRS, ഭാരതീയ രാഷ്ട്രീയ സമിതി എന്നാണ്. കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടിയാണ്. അവർക്ക് 9 സീറ്റും ബി 4, കോൺഗ്രസിന് 3, അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്ക് 1 സീറ്റുമായിരുന്നു. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുമ്പോൾ 10 വർഷം ഭരണം പിന്നിടുമ്പോൾ BRS എന്ന് പറയുന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടി തകർന്ന് തരിപ്പണമായിരിക്കും. ഇതിലെ പ്രമുഖ നേതാക്കന്മാരെ എല്ലാം കോൺഗ്രസും BJPയും പങ്കിട്ടെടുക്കുന്ന കാഴ്ചയാണ് തെലങ്കാനയിൽ കാണാൻ കഴിയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട നേതാവും നിസാമാബാദ് MLCയുമായ കെ കവിതയെ മധ്യ കുംഭകോണത്തിൽ ED പൊക്കി അകത്തിട്ടതോടുകൂടി പതനം ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു. അതായത് തെലങ്കാനയിലെ ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായ BRS ഏതാണ്ട് തീർന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. ബെല്ലവരയിലെ രഞ്ജിത്ത് റെഡ്ഡിയാണ് ഈ BRSന് കനത്ത പ്രഹരം നൽകിക്കൊണ്ട് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. അതായത് BRSന്റെ നേതാക്കന്മാരെ തുല്യമായി കോൺഗ്രസും BJPയും പങ്കിട്ടെടുക്കുമ്പോൾ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP കോൺഗ്രസ് പോരിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ BRS എന്ന പാർട്ടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി അപ്രത്യക്ഷമാവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.